നമുക്ക് കുർത്തീസിൻ്റെ ഒരു കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അസോർട്ടഡ് കളക്ഷനാണ്. അതിനകത്ത് സൈസസ് നമ്മൾ ഏതാണ് സൈസസ് വേണ്ടത് അത് വാട്സപ്പിലൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പലതിലും പല ഡിഫറെൻറ്റ് സൈസസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഹെവി റയോണിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. 650 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ നെക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു കോളർ നെക്ക് പാറ്റേൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ യോക്കിൽ ഒരു പ്ലീറ്റഡ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു എംബ്രോയിഡറി വർക്ക് കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ലീവിലും ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ. നല്ലൊരു വൈൻ പർപ്പിൾ ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650. അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ബ്ലാക്ക്. ഒരു ചെറിയൊരു സീക്വൻസും ഒരു ലൈറ്റ് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കും കൂടെ കൊടുത്തിരിക്കുന്നത്. 650 വിത്തൗട്ട് ലൈനിങ് ആണ്, പക്ഷെ നല്ല ഹെവി റയോൺ ആണ് കേട്ടോ. സഫയർ ബ്ലൂ, നല്ലൊരു റെഡ്, അതിൻ്റെ തന്നെ ഒരു ക്രീം ഷെയ്ഡ്. അടുത്തത് വരുന്നത് നമുക്ക് ഇതും ഒരു നമുക്കൊരു സെമി സിൽക്കല്ല ചന്തേരിയുമല്ല, അതേപോലെ ഒരു ഫീലിൽ വരുന്ന ഒരു മെറ്റീരിയൽ. നല്ല മെറ്റീരിയലാണ്, നമുക്ക് ഇടാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 ഇത് കണ്ടോ, അത് ഇതേപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ വന്നത്. ഒരു പിൻടെക് പാറ്റേൺ ഇങ്ങനെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എംബ്രോയിഡറി വർക്ക്, കോളർ നെക്ക് ഫ്രണ്ടിൽ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്, രണ്ട് സൈഡിൽ ഇവിടം വരെ എംബ്രോയിഡറി വർക്ക്. ഇത് വിത്തൗട്ട് സ്ലിറ്റാണ് കേട്ടോ, വിത്തൗട്ട് സ്ലിറ്റാണ്. ഇതിൻ്റെ കൈയുടെ സ്ലീവെൻറ്റിലും ഈ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, എംബ്രോയിഡറി വർക്ക്. ഒരു ഗ്രീൻ ഷെയ്ഡ്, അതിൻ്റെ തന്നെ നേവി ബ്ലൂ വിത്തൗട്ട് സ്ലിറ്റാണ്. ഇത് ലൈനിങ് ഇല്ലാത്ത കുർത്തിയാണ് കേട്ടോ. ഇതും നല്ല ഈ മെറ്റീരിയൽ വരുമ്പോൾ ഒരു ഹെവി റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് റയോണിൽ തന്നെ റയോൺ ഫീലിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയലാട്ടോ. ഇതൊക്കെ മെറൂൺ, ഇടാൻ നല്ല സുഖമായിരിക്കും, ചൂടൊന്നും എടുക്കുന്ന മെറ്റീരിയലല്ല. അടുത്തത് വരുന്നത് നമുക്ക് ഇതൊരു മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സെറ്റ് കുർത്തി, നല്ലൊരു പിങ്ക് ഷെയ്ഡ്. അതിനകത്ത് ഇങ്ങനെ ഇതേപോലെയാണ്. അതിനകത്തൊരു യോക്കിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് കുർത്തിയാണ്, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തിയാണ്. വിത്ത് ലൈനിങ് 1190. നല്ലൊരു പിങ്ക് ടോൺ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു നല്ലൊരു പീച്ചിൻ്റെ ഒരു നല്ലൊരു ഡസ്റ്റി പീച്ച് ടോൺ, 1190. ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിൽ. അടുത്തത് വരുന്നത് ഇത് വൈറ്റിൽ കോട്ടൺ മെറ്റീരിയലാണ്. 1055 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല കോട്ടൺ ആട്ടോ. അതിനകത്ത് ഇതേപോലെ ഒരു ചിക്കൻ കാരിയുടെ വർക്ക് യോക്കിൽ കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ ഇതേപോലെ ഡിസൈൻ വന്നിട്ടുണ്ട്. സ്ലിറ്റഡ് കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്. 1055. അടുത്തത് വരുന്നത് നമുക്ക് ഒരു പിങ്ക് ഷെയ്ഡിൽ, ഇതും നല്ലൊരു കോട്ടൺ റയോൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. അതിനകത്തൊരു സ്ട്രൈപ്സ് പാറ്റേണും യോക്കിൽ ഇതേപോലെ ഒരു ഹാൻഡ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തി 890 ഇതിൻ്റെ റേറ്റ് വരുന്നത്. വിത്ത് ലൈനിങ് 890. അടുത്തത് വരുന്നത് നമുക്കൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയലിൻ്റെ ഒരു മെറ്റീരിയൽ 880 ഇതിൻ്റെ. ഒരു വീനക്ക് വന്നിട്ട് വീനക്കിൽ ഇതേപോലെ ബീഡ്സ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തി, നല്ലൊരു ഡസ്റ്റി പിങ്ക് ടോൺ. അടുത്തത് വരുന്നത് കോട്ടൺ, ഒരു ബ്ലൂ, അതിനകത്ത് 990 ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. കോട്ടൺ, ഇതേപോലെ ഒരു ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. കോളർ നെക്കാണ്, വിത്തൗട്ട് സ്ലിറ്റാണ്, വിത്ത് സ്ലിറ്റാണ്, പക്ഷേ കുറച്ച് ഫ്ലെയർഡ് ആയിട്ടുള്ള സ്ലിറ്റാണ്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അടുത്തത് വരുന്നത് നമുക്ക് ഒരു ഗ്രേയിഷ് ബ്ലാക്ക്, അതിൻ്റെ ഇതേപോലെ യോക്കിൽ ഇതേപോലെയാണ്. ഇതും നല്ല ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ.
ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും ഡിസൈനും കൂടിയാണ്. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്, വിത്തൗട്ട് സ്ലിറ്റും ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 880. ബാക്ക് സൈഡും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ. അതെ, ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെയാണ്. അടുത്തത് വരുന്നത് ക്രീം ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1480. ഇത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന കുർത്തി. കോട്ടണിൽ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ. അതിൻ്റെ യോക്കിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. അടുത്തത് വരുന്നത് നമുക്ക് ഇതും അല്പം ഒരു ടിഷ്യൂ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. മെറ്റാലിക് ടോൺസ് ആണ്. 1199. ഇതുണ്ട്, വിത്തൗട്ട് സ്ലിറ്റാണ്, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തി. അത് ഇങ്ങനെ ഒരു വീനെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ഇവിടെ ഒരു പ്ലീറ്റഡ് പോർഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് തിളങ്ങി നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. നല്ലൊരു ഒരു സാറ്റിൻ കോട്ടൺ എന്നൊക്കെ പറഞ്ഞ്, കോട്ടൺ അല്ല, അതേപോലെ ഒരു സാറ്റിൻ സിൽക്ക് പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ. ചെറിയൊരു ഷൈനിങ്, നമ്മളിങ്ങനെ ഭയങ്കര ഗ്ലേസിങ് അങ്ങനെയല്ല. ആ മെറ്റീരിയൽ ഇറ്റ് സെൽഫ് ചെറിയൊരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ലുക്ക് തോന്നും. ബാക്ക് സൈഡ് ഇതേപോലെ വിത്തൗട്ട് സ്ലിറ്റാണ്. അതിൻ്റെ തന്നെ ഒരു മെറ്റാലിക് ബ്ലൂ. അതിൻ്റെ തന്നെ ഒരു മെറ്റാലിക് ബ്രൗൺ. നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന കുർത്തീസാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്നൊരു പാറ്റേണാണ്. ഫ്രണ്ടിൽ ചെറിയ ഗ്യാദേഴ്സ് ഉള്ള പാറ്റേൺ. അടുത്തത് വരുന്നത് നല്ലൊരു യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ. ഇതും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് 1199. വിത്ത് സ്ലിറ്റാണ്. യോക്കിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ ഈ ഒരു സെയിം എംബ്രോയ്ഡറി വർക്ക് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. അതിൻ്റെ തന്നെ ഒരു നല്ലൊരു പിങ്ക്, നല്ല ഭംഗിയുള്ളൊരു പിങ്ക്. അതിൻ്റെ തന്നെ ലാവൻഡർ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നീ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്